കയറണോ? ഇനി കയറിയ എന്തേലും പറയുവോ? കർത്താവേ, രണ്ടും കൽപ്പിച്ച് കയറുക. ആ കടുവയുടെ കയ്യിൽ നിന്ന് ഒന്ന് കാത്തോണേ. ഞാനിത് തരാൻ വന്നതാ. For what? ഫസ്റ്റ് എയ്ഡ് എല്ലാവരും എന്തിനു ഉപയോഗിക്കുന്നേ? എനിക്കതിന്റെ ആവശ്യമില്ല. മുറിവിൽ വല്ല ഇൻഫെക്ഷനും വരും. I don't care. ഇത് കണ്ടിനി എനിക്ക് തന്നോട് പ്രണയാണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഓർഫനേജിൽ ആർക്കെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അഡ്രസ് ചെയ്ത് കൊടുക്കുന്ന ഇത് കെയറിംഗ് ആണെന്നൊന്നും വിചാരിക്കല്ലേ. ഇതിവിടെ ആർക്ക് പറ്റിയാലും ഞാൻ ചെയ്തു കൊടുക്കും. നിനക്ക് ഉറപ്പാണോ? You don't have any feelings for me? Yes. Are you sure? അതെ, എനിക്ക് തന്നോട് ഇതുവരെയും ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. പിന്നെ എന്തിനാ അന്ന് രാത്രി അങ്ങനെയൊക്കെ പറഞ്ഞു? എപ്പോ? ഞാൻ എന്തോ പറഞ്ഞു? ചേച്ചി അനിയത്തിയും കുടിച്ച് ബോധമില്ലാതെ വന്ന രാത്രി. ഞാൻ എന്താ പറഞ്ഞേ? നിനക്ക് എന്നോട് ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞേ? അപ്പൊ നീ അതറിയണ്ട. എടോ, ഒരുമാതിരി മറ്റെടുത്ത പണി കാണിക്കല്ലേ. മനുഷ്യനെ വെറുതെ ടെൻഷൻ ആക്കാൻ. പറയാതെ തന്നെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാ പറഞ്ഞു കഴിഞ്ഞാ ചിലപ്പോ നിനക്ക് അറ്റാക്ക് വരുമല്ലോ. അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞേ? ഫീലിങ്സ് വരുമ്പോ അപ്പൊ പറയാം. എനിക്കറിയണ്ട. എന്തായാലും വൃത്തികേടൊന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പോകുക. എനിക്ക് ആ പേരിഷ്ടപ്പെട്ടു. എന്ത് പേര്? നീ എനിക്കിട്ട പേരില്ലേ, കാട്ടുവ, അത്. ഞാനോ? ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ലല്ലോ. റിയലി? പക്ഷേ അന്ന് രാത്രി നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഫുൾ ടൈം എന്റെ കടുവാന്ന് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. ബോധമില്ലാതെ വേറെന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു? വേറെയും കുറേ പറഞ്ഞു. തൽക്കാലം നീ അതറിയണ്ട. ഞാനന്ന് പറഞ്ഞതൊക്കെ ബോധമില്ലാതെ വിളിച്ചു പറഞ്ഞതാ. അതൊന്നും സീരിയസ് ആയി എടുക്കല്ലേ. അത് സീരിയസ് ആയി എടുക്കണോ വേണ്ടിയെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ എന്താ പറഞ്ഞതൊന്ന് പറഞ്ഞൂടെ? നോട്ട്. നീ പോകാൻ നോക്ക്. ഇല്ലേ ചിലപ്പോ എന്റെ കൺട്രോള് പോകും. ഇച്ചാനാണോ കുക്കിംഗ്? സർവൻസ് ഇല്ലേ? ഓ, അതൊക്കെയുണ്ട്. എനിക്കിങ്ങനെ ഇടയ്ക്ക് ഒരു മൂഡ് വരും, അപ്പൊ കയറി അങ്ങ് കുക്ക് ചെയ്യും. എന്റെ ഹെൽപ്പ് വേണോ? നിനക്ക് കുക്കിംഗ് ഒക്കെ അറിയോ? പിന്നെ എനിക്ക് അത്യാവശ്യം എല്ലാം അറിയാം. ആഹാ, എന്നും ഒന്നും അറിയണല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യപ്പെടുവോ? ആ ബെസ്റ്റ്. നിന്നോട് ദേഷ്യപ്പെട്ടു എന്ന് അറിഞ്ഞ അവൻ എന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. എന്താ കാര്യം? അത് ഈ റോയ് ശരിക്കും ആരാ? സോറി, ഞാൻ അറിയാതെ. വിക്ടറിന്റെ ബ്രദറാ. അപ്പോ ഈ ആൽവി? അതൊക്കെ വലിയ കഥയാ. സമയമാകുമ്പോ എല്ലാം നീ അറിയും. ഏഞ്ചലെ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട സാധിച്ചു തരുവോ? പിന്നെന്താ,
ഇച്ചായം പറ. വിക്ടറിന് ഒരു ചാൻസ് കൊടുത്തൂടെ? അവൻ നീ കരുതിയ പോലെ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. അവനെ അടുത്തറിഞ്ഞ നിനക്കത് മനസ്സിലാകും. ഇച്ചായം ഞാൻ പ്ലീസ് ഏഞ്ചൽ, ഇതൊരു റിക്വസ്റ്റാ. നീ അവന്റെ ലൈഫിൽ വന്നതിന് ശേഷമോ അവൻ വീണ്ടും ചിരിച്ചു തുടങ്ങിയത്. ഞങ്ങളോടെല്ലാം ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചത് പോലും. നീ എന്ത് ചെയ്തിട്ടാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് നിന്റെ ചെറിയ കാര്യം പോലും അവനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അവൻ നിന്നെ ഒത്തിരി ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നറിയാം. ബട്ട് അവൻ അതൊന്നും സ്വബോധത്തിൽ ചെയ്യുന്നതല്ല. അവൻ വയലന്റ് ആവുമ്പോൾ അവനെ നിനക്ക് കാമാക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് പോലും ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. പ്ലീസ് ഏഞ്ചൽ, അവനൊരു ചാൻസ് കൊടുത്തൂടെ? എനിക്കറിയില്ല. നീ നല്ല പോലെ ഒന്ന് ആലോചിക്ക്. ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് സെറ്റാക്കി. വാ, നമുക്കിതൊക്കെ കൊണ്ടുപോയി ടേബിളിൽ വെക്കാം. നിന്റെ കൈപുണ്യം ഞങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. മാം, ഇതാ ഡീറ്റെയിൽസ്. ഗുഡ് മാം. ഞാൻ ഹാർബറിൽ ചെന്ന് അന്വേഷിച്ചു. പക്ഷെ അവിടെ അങ്ങനെ ഒരു ഡീലിങ്സ് പോലും നടന്നതായി ആർക്കും അറിയില്ല. ഇവിടത്തെ മോഷണം പിടിച്ചു പറയും പിക് പോക്കറ്റ്, ഇതിന്റെയൊക്കെ തലവനാരാ? അതൊരു കിഴവനാ. എന്തായിരുന്നു പേര്? വിൻസെന്റ്. അയാളിപ്പോ എവിടെയാ? അയാളിപ്പോ ചേരിയിൽ കാണും. നമുക്കെന്നാ അവിടെ വരെ ഒന്ന് പോയാലോ? മാം, അവിടേക്ക് പോലീസ് ആരും പോകാറില്ല. അതെ മാം, അവര് പോലീസാണെന്ന് തിരിച്ചറിഞ്ഞ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല. ഈ വിൻസെന്റ് വിക്ടറിന്റെ ആളാണോ? അങ്ങനെ ആരുടെയും ആളൊന്നുമല്ല. ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ ദേർ. എന്ത് നോക്കി നിൽക്കുക? പോകാം. ഇനി എന്തൊക്കെ കാണേണ്ട വരുവോ? ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും തെണ്ടികള് സമ്മതിക്കൂല. ഒന്ന് തീരുമ്പോ അടുത്തത് വന്നോളൂ. എന്തേലും അറിയാൻ പറ്റുമോ? എവിടെന്ന് കൊന്നാലും പറയൂല എന്ന ഭാഷയിലെല്ലാം അവന്മാരെ വലിച്ചു പറിച്ച് എറിയാൻ തോന്നുന്നുണ്ട്. നീ എത്ര വേണേലും ടോർച്ചർ ചെയ്തോ, ബട്ട് ചാകരുത്. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. അല്ലടാ, എന്നാലും ഇവന്മാരാരുടെ ആൾക്കാരാ? ഇതുവരെ ഇവരെ കണ്ടിട്ടില്ലല്ലോ. ഇച്ചായനോട് ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫിലിപ്പിനി പുറത്തുനിന്ന് ഇറക്കിയതാണോ? നോ, അവരുടെ ടാർഗറ്റ് ഞാനല്ലേ. ദെൻ ഏഞ്ചൽ. വാട്ട്? ഏഞ്ചലോ? ബട്ട് വൈ? അതിന് അവൾക്കാരാ ശത്രുക്കൾ? ഡോണ്ട് നോ, ബട്ട് ഒന്ന് മാത്രം അറിയാം, ഷീസ് നോട്ട് സേഫ് ഔട്ട്സൈഡ്. നീ എന്താ ചെയ്യാൻ പോകുന്നത്? ജെയിംസ് കുഞ്ഞായിരുന്നപ്പോ നമുക്ക് ചായൻ ഒരു സിംഹത്തിന്റെ കഥ പറഞ്ഞു തന്നത് ഓർക്കുന്നുണ്ടോ? തന്റെ പ്രജകളെ രക്ഷിക്കാൻ സ്വന്തം കുഞ്ഞിനെ തന്നെ കരുവാക്കിയ കഥ. വാട്ട് നോൺസെൻസ്. ഞാൻ എന്താ ചോദിച്ച് നീ എന്താ പറയുന്നേ? എല്ലാം ഒന്ന് തന്നെയാ. വാട്ട്? വെയിറ്റ്, നീ ഇനി? യെസ്, നിന്റെ സംശയം ശരിയാ. എടാ, ഇത് വേണ്ട, ഇത് റിസ്കാ. ഞാൻ അതൊരിക്കലും സമ്മതിക്കൂല. ജെയിംസ്, നീ പുറത്തിരുന്ന് കളി കാണ്. ഈ കളി ഞാൻ തന്നെ ഇറങ്ങി കളിക്കാൻ പോകുക. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഏഞ്ചൽ? ഒന്നുമില്ല ചേച്ചി. നിനക്ക് എന്തേലും എന്നോട് പറയാനുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, പെട്ടെന്ന് നിനക്ക് വന്ന മാറ്റം. കൺഫ്യൂസ്ഡ്. നീ ശരിക്കും എൻ്റെ ആ പഴയ ഏഞ്ചൽ തന്നെയാണോ? പഴയ ഏഞ്ചലിന്റെ ലൈഫ് പീസ്ഫുൾ ആയിരുന്നു. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. ലൈഫ് മാറുന്നതിനനുസരിച്ച് എനിക്കും മാറേണ്ട വന്നു. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചേച്ചി വിക്ടറിന്റെ പി ആയിട്ട് ഇപ്പോ കുറച്ച് ദിവസമായില്ലേ? വിക്ടറിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇതായിരുന്നു ഞാൻ കരുതി വേറെ എന്തോ ആണെന്നാ. ചേച്ചി ഒന്ന് പറ.
വിക്ടർ എങ്ങനെയാന്ന് ചോദിച്ചാ ഒരു കാര്യം ഉറപ്പാ, ഹീസ് നോട്ട് ദാറ്റ് മച്ച് ബാഡ്. പക്ഷേ നല്ലവനാണെന്നും ഞാൻ പറയൂല. ചില സമയം ആളെ ഒട്ടും മനസ്സിലാകൂല. ആദ്യം കരുതിയ പോലെ ഡേഞ്ചറസ് ആണോ? നോട്ട് അറ്റ് ഓൾ. നിനക്ക് തന്നെ അറിയാലോ ഞാൻ എന്തുമാത്രം വിക്ടറിനെ വെറുത്തിരുന്നു എന്ന്. ബട്ട് ഇപ്പം അങ്ങനെയല്ല. വിക്ടർ എന്ത് ചെയ്താലും അതിന് പുറകിൽ എന്തേലും സ്ട്രോങ് ആയ റീസൺ ഉണ്ടാകും. അത് നമുക്ക് പിന്നീടാകും മനസ്സിലാകുക. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാ, എന്താ ചേച്ചി? എന്റെ തോന്നലാണോന്നറിയില്ല. ഐ തിങ്ക് ഹി ഹാസ് എ ഡാർക്ക് പാസ്റ്റ്. ചില സമയത്ത് പാനിക് അറ്റാക്ക് പോലെ വരാറുണ്ട്. ജെയിംസ് ബ്രേക്ക് ടൈമിൽ എന്തൊക്കെയോ മെഡിസിൻ കഴിപ്പിക്കുന്നത് കാണാം. ബട്ട് എന്തിന്റെ ആണെന്നൊന്നും അറിയില്ല. ഞാൻ പിന്നെ അതൊന്നും തിരക്കാനും പോയില്ല. ചേച്ചി, എനിക്കൊരു കാര്യം പറയണം. ഞാൻ ഇതുവരെ ആരോടും ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഞാനന്ന് ബേസ്മെന്റിൽ വെച്ച് കണ്ടത് എന്നും കാണുന്ന വിക്ടർ അല്ലായിരുന്നു. ഹിസ് ടോട്ടലി ഡിഫറെന്റ്. ശരിക്കും ഒരു സൈക്കോയെ പോലെയായിരുന്നു ബിഹേവ് ചെയ്തത്. ഒട്ടും കരുണയില്ലാതെ അയാളെ കൊന്നത്. ഞാൻ ഒത്തിരി കരഞ്ഞു പറഞ്ഞു. വിക്ടർ അതൊന്നും കേൾക്കുന്ന പോലെ ഇല്ലായിരുന്നു. ജസ്റ്റ് അയാളെ ഉപദ്രവിക്കുന്നത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അയാളെ കൊല്ലാനായി എൻ്റെ കയ്യിൽ തോക്ക് വെച്ച് തന്നപ്പോൾ എനിക്ക് ഞാൻ അവസാനം വേറെ വഴിയില്ലാതായപ്പോഴാണ് ആൽവി എന്ന് വിളിച്ച്. ആ പേര് കേട്ടത് വിക്ടർ കൂടുതൽ വയലന്റ് ആയി. ആൽവി, അതാരാ? ചേച്ചി, ഞാനിപ്പം പറയുന്നത് ആരും അറിയരുത് പ്ലീസ്. വിക്ടറിന്റെ യഥാർത്ഥ പേര് ആൽവി എന്നാ. ഹാരിച്ചാന്റെ അച്ഛൻ അഡോപ്റ്റ് ചെയ്തത് ആൽവിയെ. വാട്ട്? അപ്പോ ജെയിംസ് ആൽവിയുടെ കസിനാ. ബട്ട് ഇവരെങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞൂടാ. ഒന്ന് മാത്രം അറിയാം, റോയ്ച്ചാന്റെ മിസ്സിംഗ് ആണ് ഇതിനെല്ലാത്തിനും പിന്നിൽ. റോയ്? ഇതൊക്കെ ആരാ? വിക്ടറിന്റെ റിയൽ ബ്രദർ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ജാക്കോബിച്ചൻ പറഞ്ഞു തന്നതാ. ഇവിടെ എല്ലാം ഫുൾ മിസ്റ്ററി ആണല്ലോ. രണ്ടും ഇവിടെ ഉണ്ടായിരുന്നോ? അല്ലാതെ പിന്നെ എങ്ങോട്ട് പോകാൻ? പുറത്ത് കിടന്ന തല വെട്ടുന്നാണല്ലോ ഭീഷണി. ചേച്ചി, ഞാനില്ലേ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. എന്റെ സഹായം വല്ലതും വേണോ? അയ്യോ, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകില്ലേ മോനെ ജെയിംസേ? ഇതിലൊക്കെ എന്ത് ബുദ്ധിമുട്ടാ? ഹെൽപ്പ് ചെയ്യുന്നതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. അഷോടാ, ബട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. നിന്നെ ആ പരിസരത്തെങ്ങാനും കണ്ട രണ്ടു കലി ഞാൻ തല്ലി ഒടിക്കും. ഏറ്റില്ല. ആ, അല്ലേലും എനിക്ക് സിംഗിളായി ചാകാനായിരിക്കും വിധി. എന്താ? അത് തന്നെ. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഞാൻ ചുമ്മാ അവിടെ ദേഷ്യം പിടിപ്പിക്കാൻ. ഞങ്ങളൊന്നും കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട. അത് പിന്നെ ഏഞ്ചലേ, എനിക്കുണ്ടല്ലോ, എനിക്കാ പോയ പൂച്ചയോട് ചെറിയൊരു സ്പാർക്ക്. ശരിക്കും? ഇതൊക്കെ എപ്പാ? അത് പിന്നെ അന്ന് കുടിച്ച് ബോധമില്ലാതെ രണ്ടും കൂടെ വന്നില്ലേ, അന്ന് നൈറ്റ് ചെറുതായി ഒന്ന് സ്പാർക്ക് അടിച്ചു. എന്റെ കർത്താവേ, എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു? എന്റെ പൊന്നു മോളെ, ഞാൻ ജീവനോടിരിക്കുന്നത് കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ലേ? എന്നെ കൊല്ലാനാണോ നീ പ്ലാൻ ഇടുന്നേ? എന്നോട് വല്ല ശത്രുതയുണ്ട്, നമുക്കത് പറഞ്ഞു തീർക്കാം. എന്തായാലും കൊള്ളാം. അപ്പൊ ഒരു വൻസൈഡ് കാമുകനാണല്ലേ. നടക്കട്ടെ. പിന്നെ അവളോട് പോയി പറഞ്ഞേക്കല്ലേട്ടാ. ടൈം ആവുമ്പോ ഞാൻ തന്നെ പറയാം. ഓ, ആയിക്കോട്ടെ. അല്ല, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്തോ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ജീവന ഭീഷണിയുള്ള എന്തോ ഒന്നാ. എന്തായിരുന്നു? ആ, കിട്ടി. അയ്യോ, നിന്നോട് 5 മിനിറ്റിനുള്ളിൽ വിക്ടറിന്റെ റൂമിൽ പോകാൻ പറഞ്ഞു വിട്ടത് തന്നെ ഞാൻ മറന്നു. അവൻ വന്ന് എന്നെ കൊല്ലുന്നതിന് മുന്നേ എന്റെ പൊന്നു മോളെ ഒന്ന് അവന്റെ റൂമിലോട്ട് പോയോടി. അതൊക്കെ അവൻ പറയും. നീ വേഗം ചെല്ലാൻ നോക്ക്. പോ.
പ്രിൻസസ് നോട്ട് അറ്റ് ഓൾ. ദാറ്റ്സ് ഹേർട്ട്. എന്തിനാ വിളിച്ചേ? നിന്നെ കാണാൻ തോന്നി വിളിച്ചു. കണ്ടല്ലോ, എന്നാ ഞാൻ പോകാം. അങ്ങനെ അങ്ങ് പോയാലോ? തനിക്ക് എന്താ വേണ്ടേ? എന്ത് ചോദിച്ചാലും തരുവോ? പ്ലീസ്, എന്താ തന്റെ പ്രശ്നം? ലെറ്റ്സ് ഗോ ഫോർ എ ഡേറ്റ്. നോ വേ, എനിക്ക് താല്പര്യമില്ല. ഞാൻ നിന്നോട് വരുവോ എന്നല്ല ചോദിച്ചേ, പോകാമെന്നാ പറഞ്ഞ. യു ഹാവ് ഹാഫ് ആൻ അവർ ടു ഗെറ്റ് റെഡി. ഞാൻ വരില്ല. ഏഞ്ചൽ, പഴയതുപോലെ നിന്റെ ചേച്ചിയെ കിഡ്നാപ്പ് ചെയ്യാനൊന്നും എനിക്ക് ടൈമില്ല. പറയുന്നതനുസരിച്ച നിനക്ക് നല്ലത്. എന്നെ അറിയാലോ, പോയി റെഡിയാക്ക്. ഇതെന്ത് കഷ്ടമാ. You look stunning. നിങ്ങളിതെങ്ങോട്ടാ? ഫോർ എ ഡേറ്റ്. ഓ, ഡേറ്റാ? എന്താ പറഞ്ഞേ? ഡേറ്റാ? ഇച്ചായ, എന്റെ വിക്ടറെ, ഇത് നീ തന്നെയാണോ? എന്താടാ ഹരി? അല്ല, ഇവരിതെങ്ങോട്ടാ? ഡേറ്റിന്. ഡേറ്റാ? എടാ ഹരി, നമ്മളിങ്ങനെ പെണ്ണ് കിട്ടാതെ മുരടിച്ചു പോകത്തേ ഉള്ളൂ. നമ്മളല്ല, നീ. യൂട്യൂബ് ബ്രൂട്ടസ്. ഒന്ന് പോയടാ, എനിക്ക് ലണ്ടനിൽ കുറെ ഫാൻ ഗേൾസ് ഉള്ളതാ. എനിക്ക് അന്ന് ഇന്നും എന്റെ പിങ്കി മാത്രം. ഹാ, ഇവന്റെ ഒക്കെ ഒരു യോഗം. ഒരു മാലാഖയെ തന്നെ കിട്ടിയില്ലേ. അയ്യോ സോറി, ഞാൻ മറന്നു. നിങ്ങള് സെറ്റ് ആയിട്ടില്ലല്ലോ. ഷേടാ, ഇതെന്ത് കഷ്ടോ. എനിക്കിവിടെ സ്വന്തമായി ഒരു അഭിപ്രായം പറയാൻ പറ്റൂ. ഏഞ്ചൽ വാ. ചേച്ചിയോട് പറഞ്ഞില്ല. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ രണ്ടും പോയി എൻജോയ് ചെയ്. അയ്യോ സോറി. ഇടച്ചെറുക്ക, കൊച്ചിനെ സൂക്ഷിച്ചു കൊണ്ടുപോയിട്ട് വരണം. ഓ ആയിക്കോട്ടെ. എത്ര അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. മാം, വിക്ടറിന്റെ ഡീലിങ്സിനെ കുറിച്ച് പുതിയൊരു ഡീറ്റെയിൽസ് എത്തി. ബട്ട് മാം, ഒരു പ്രശ്നമുണ്ട്. അവരുടെ ഡീലിങ്സ് ഒന്നും ഇല്ലീഗൽ അല്ല. യാ, മേ ബി അവരുടെ ഡീലിങ്സ് ഇല്ലീഗൽ അല്ലായിരിക്കും. ബട്ട് അവരത് ചെയ്യുന്ന മെത്തേഡ്, ദാറ്റ്സ് അഗെയിൻസ്റ്റ് ലോ. അവൻ ഡീലിങ്സിന്റെ പേരിൽ എത്ര പേരെയാ കൊന്നിട്ടുള്ളത്? ആ മരിച്ചവരെല്ലാം മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസാ. ഞാനൊരു സത്യം പറയട്ടെ, ആക്ച്വലി ഇവിടെ പ്രോബ്ലം വിക്ടർ അല്ല. അത് ശരിയാ മാം. ഞാൻ ജനിച്ചപ്പോ മുതൽ കേൾക്കാൻ തുടങ്ങിയതാ ഇവിടുത്തെ മാഫിയ സ്റ്റോറീസ്. പണ്ട് ഇവിടെ 2 പവർഫുൾ ഗാങ് ഉണ്ടായിരുന്നു. ഒന്ന് വിക്ടറിന്റെ അച്ഛൻ, അതായത് മാഫിയ ലീഡർ ഐസക്കിന്റെ ഗാങ്ങും, നെക്സ്റ്റ് അബ്രഹാമിന്റെ ഗാങ്ങും. ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐസക് ഇവിടുത്തെ ഹീറോയും അബ്രഹാം ഇവിടുത്തെ വില്ലനും ആയിരുന്നു. അവരുടെ 2 ഗാങ്ങും കണ്ടുമുട്ടിയ പിന്നെ അവിടെ ചോരക്കളവാ. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല. അച്ഛന്മാരുടെ ശത്രുത മക്കൾ തുടർന്നു കൊണ്ടുപോകുന്നു. ഈ അബ്രഹാമിന്റെ മോൻ? ഓ, അതൊരു നാറിയ. അവനാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഫിലിപ്പ് അബ്രഹാം ഒരു ചെറ്റ. നമുക്കൊന്ന് ട്രാക്ക് മാറ്റി പിടിച്ചാലോ? ഈ ഫിലിപ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്ന് തന്നെ എനിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ മാം. മടി കിടന്നുറങ്ങാനാണ് എന്തിനെങ്ങോട്ട് വന്നേ? വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ. എന്തേലും പറഞ്ഞോ? ഇവിടെ ഇങ്ങനെ കിടക്കാനാണോ വന്നേ? വിശക്കുന്നുണ്ടോ? നല്ല വിശപ്പുണ്ടല്ലേ? എനിക്ക് വിശപ്പൊന്നുമില്ല. Then what about an ice cream?
വാ. നോക്കണ്ട, എന്താ ഞാൻ തരൂല. അതെ, ഈ മാഫിയക്ക് ഐസ്ക്രീം കഴിക്കാൻ പാടില്ലെന്ന് എന്തെങ്കിലും റൂൾസ് ഉണ്ടോ? നോ. എന്നാ പിന്നെ എന്താ നോക്കിയിരിക്കാതെ പോയെന്ന് മേടിച്ചു കഴിച്ചൂടെ? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും കാണോ? യു ആർ ലൈക്ക് എൻ ഏലിയൻ. എടാ ആൽവി, ഇതിപ്പോ എത്രാമത്തെ ഐസ്ക്രീം ആടാ? എന്തൊക്കെ ഫ്ലേവറാ കഴിച്ചെന്ന് വല്ല ബോധമുണ്ടോ? കണ്ണു വെക്കല്ലേ. നീ ശരിക്കും ഏലിയന്റെ വല്ല വർഗത്തിലും പെട്ടതാണോടാ? അതെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. വിഷമമായോ? നത്തിങ്. ലെറ്റ്സ് ഗോ. എങ്ങോട്ടാ? തിരിച്ചു പോകാം. ഇത്ര പെട്ടെന്നോ? നിനക്ക് എങ്ങോട്ടാ പോണ്ടേ? അങ്ങനെ ചോദിച്ചാ ജസ്റ്റ് ഒരു വാക്കിന് പോയാലോ? ഈ ഡേറ്റ് ആരുടെ പ്ലാനാ? അല്ല, ഇതിനു മുന്നേ പോയത് ജെയിംസ് ചാന്റെ പ്ലാൻ ആയിരുന്നല്ലോ. എനിക്ക് നിന്റെ കൂടെ പുറത്ത് പോണെന്ന് തോന്നി. ഇങ്ങനെയൊന്നും മിണ്ടാതെ നടക്കാനാണ് വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാ പോരായിരുന്നോ? ബോറടിക്കുന്നുണ്ടോ? ഇനി ഇല്ലാതെ എത്രയൊന്നും വെച്ചാ മിണ്ടാതെ നടക്കുക. എന്തിനാ ചിരിക്കുന്നേ? അല്ല, ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേറ്റ്. അന്ന് നീ കരഞ്ഞ് കരഞ്ഞ് കണ്ണെല്ലാം ചുവന്ന് ഒരു വാക്ക് കേൾക്കാൻ ഞാൻ എത്ര നേരം കാത്തിരുന്നു. അത് പിന്നെ അന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നല്ലോ. എന്റെ ചേച്ചിയെ കിഡ്നാപ്പ് ചെയ്തതും പോരാ. യു ചേഞ്ച്ഡ് എ ലോട്ട്. താങ്ക്സ്. നിനക്ക് എന്താ ഈ സ്റ്റാർസിനെ ഒത്തിരി ഇഷ്ടം? അതോ, പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോ അച്ഛനെയും അമ്മയും കാണണമെന്ന് പറഞ്ഞ് കരയായിരുന്നു. അന്ന് ഓർഫനേജിലെ മദർ എനിക്ക് സ്റ്റാർസിനെ കാണിച്ചു തന്നിട്ട് പറയും, അവരെ ഒത്തിരി മിസ് ചെയ്യുമ്പോൾ ആകാശത്തെ സ്റ്റാർസിനെ നോക്കിയാൽ മതിയെന്ന്. മരിച്ചു പോയവരാ ആകാശത്ത് നക്ഷത്രങ്ങളായി വരുന്നതെന്ന്. അവരെ മിസ് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ നോക്കി നിൽക്കും. അപ്പൊ എന്തോ അവരെന്റെ കൂടെ ഉള്ളതുപോലെ ഫീൽ ചെയ്യും. യു മിസ് ദം? എനിക്ക് അവരുടെ മുഖം പോലും ഓർമ്മയില്ല. മദർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പണ്ട് ഏതോ കാർ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയത് തന്നെയെന്ന്. ആരും അന്വേഷിച്ചു വരാത്തതുകൊണ്ട് ഓർഫനേജിലാക്കിയതാ. ബട്ട് ഞാൻ ഹാപ്പിയാ. എനിക്കതുകൊണ്ടല്ലേ എന്റെ ചേച്ചിയെ കിട്ടിയത്. ഒരു കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും സെയിമാ. ഞാനും എൻ്റെ പേരൻസിൻ്റെ മുഖം നേരിട്ട് കണ്ടിട്ടില്ല. എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാ എൻ്റെ പപ്പ മരിക്കുന്നത്. ഡെലിവറിയിൽ അമ്മയും പോയി. ഞാൻ എന്ത് ലക്കിയാണല്ലേ. ഓഫ് കോഴ്സ് യു ആർ ലക്കി. പേരൻസിനേക്കാൾ 100 ഇരട്ടി സ്നേഹം തന്നില്ലേ റോയ്ച്ചൻ തന്നെ വളർത്തിയേ.
എനിക്കെങ്ങനെ അറിയാമായിരിക്കും? എന്നോട് ജേക്കബ് ചെയ്യാൻ പറഞ്ഞതാ. ഇനി ഇത് പോയി ചോദിക്കാൻ നിൽക്കല്ലേ, ഞാൻ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞതാ. എനിക്ക് കംപ്ലീറ്റ്ലി ഒന്നും അറിയില്ല, ബട്ട് എനിക്ക് ഉറപ്പുണ്ട് റോയ്ച്ചാൻ തിരിച്ചു വരുന്ന. നിനക്കൊന്നും അറിയില്ല? പറഞ്ഞാലല്ലേ അറിയൂ, അല്ലാതെ മൈൻഡ് റീഡിംഗ് ഒന്നും എനിക്കറിയില്ലേ. മദർ പറയാറുണ്ട്, നമുക്ക് വിഷമം വരുമ്പോൾ അത് അടക്കി വെക്കാതെ പൊട്ടിക്കരയണമെന്ന്. അങ്ങനെ ചെയ്ത പാതി റിലീഫ് കിട്ടും. ഏഞ്ചൽ, ഞാൻ നിന്നെ ഹഗ് ചെയ്തോട്ടെ? ജാക്കിച്ചായ, ഇത് കുറെ നേരമായല്ലോ മൂന്ന് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? അതുണ്ടല്ലോ, വിക്ടറും ഏഞ്ചലും ഡയറ്റിന് പോയില്ലേ? അവർ പോയി തിരിച്ചു വന്നതും വിക്ടർ ബ്രോ ഹാരിസ് ചായനെ ഹഗ് ചെയ്ത് ക്രൈ ചെയ്യാൻ തുടങ്ങി. എന്തിന്? ടോണോ? ശരി. എന്നാലും എന്തായിരിക്കും? നോ ഐഡിയ. എടാ, നീ അവനെ ഒന്ന് നോക്കിയേ. കാരണം കിളി മൊത്തം പോയിരിക്കുക. അവനെയും കുറ്റം പറയാൻ പറ്റൂല. എടാ ജെയിംസേ, എന്നെ നീ ശരിക്കും ഒന്ന് നോക്കിയേ. എന്തോ കുഴപ്പമുണ്ടല്ലോ കർത്താവേ. ഉണ്ടല്ലേ? എനിക്കും തോന്നി. ഇച്ചായ, ഇത് കൈവിട്ടു പോയി. ഒന്ന് ഹഗ് ചെയ്തതിനാണോ ഈ കിടന്ന് മൂങ്ങുന്നേ? വെറും ഹഗ്ഗോ? ഹഗ് ചെയ്തത് വി ആൽബർട്ട് വിക്ടർ. അതിന് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. 11 വർഷത്തെ കാത്തിരിപ്പ. എടാ മണ്ട, വിക്ടർ ഹഗ് ചെയ്തിട്ട് 11 വർഷമായിന്നാ പറഞ്ഞ. സീരിയസ്ലി? ഇപ്പൊ ഷോക്കായില്ലേ? അപ്പൊ ഞങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയേ. 11 വർഷത്തിന് ശേഷമോ അവൻ വന്ന് ഇതുപോലെ കരയുന്നതാണെന്ന്. അല്ല, ഇപ്പൊ ഇങ്ങനെ കരയാൻ മാത്രം എന്താ സംഭവിച്ചേ? അത് ഞങ്ങൾക്കറിയായിരുന്നേ. ഇങ്ങനെ വാപൊളിച്ച് ഇവിടെ ഇരിക്കുവോ? എന്നാ പോയി ചോദിച്ചൂടെ? അത് വേണ്ട. ആരേലും അറിഞ്ഞുകൊണ്ട് കടുവക്കൂട്ടി തലയിടുവോ? നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരാൾക്ക് മാത്രമേ തരാൻ പറ്റൂ. ആർക്ക്? വേറെ ആര്? ദേ വരുന്ന കുരിപ്പിന്. എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? അയ്യോ, എന്തിനാ പറയുന്നേ? സത്യം പറ, നീ അവനെ എന്താ ചെയ്തേ? അയ്യോ, ഞാൻ ഇച്ചാനൊന്നും ചെയ്തില്ല. ഇച്ചാന്റെ കാര്യമല്ല, വിക്ടറിന് നീ എന്താ കളിക്ക് കൊടുത്തേ? ഞാനൊന്നും കൊടുത്തില്ല. ഐസ്ക്രീം കൊടുത്തു. ഐസ്ക്രീമോ? വിക്ടറോ? അതിനെന്താ, ഒരു ഐസ്ക്രീം അല്ലേ? എടാ ജെയിംസേ, നീ ഇത് കേട്ടോ? ഐസ്ക്രീം എന്ന് കേട്ടപ്പോഴേ അതിന്റെ ബോധം പോയി. അയ്യോ, എന്റെ കൊച്ചിന് എന്തോ പറ്റിയേ. ഇതിന് മാത്രം എക്സ്പ്രഷൻ ഇടാൻ എന്താ സംഭവിച്ചത്? വിക്ടർ ബ്രോ ഹാരിസ് സാറിനെ ഹഗ് ചെയ്ത് കുറെ കരഞ്ഞു. അതായിരുന്നു? അത് എന്നെ ഹഗ് ചെയ്ത് കരഞ്ഞല്ലോ. റോയ്ച്ചാന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് ഇമോഷണലായി. അപ്പോ ഹഗ് ചെയ്തതാ. നീ അവന്റെ അടുത്ത് റോയിനെ കുറിച്ച് ചോദിച്ചോ? എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഇമോഷണലായി, പിന്നെ കരയാൻ തുടങ്ങി. ചിലപ്പോ ഹാരിച്ചാനെ കണ്ടപ്പോ റോയ്ച്ചാന്റെ ഓർമ്മ വന്നു കാണും. ഈ റോയ് ശരിക്കും ആരാ? ഒരു ദിവസം വിക്ടർ തന്നെ പറഞ്ഞു തരും. ഏഞ്ചൽ, താങ്ക്സ്. എന്തിനാ? അവനെ ചേഞ്ച് ചെയ്തതിന്. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്യണ്ട, ഇതുപോലെ തന്നെ തുടർന്ന് പോയാ മതി. ഏഞ്ചൽ, ഞാൻ പറഞ്ഞതൊന്ന് ആലോചിച്ചു നോക്ക്.
എനിക്ക് സബ് ടൈറ്റിൽസ് ഇല്ലാതെ ഫിലിം കാണുന്ന ഫീല്. സെയിം, മീ ടു. സാർ, മാഡം എവിടെയാന്നുള്ള ഡീറ്റെയിൽസ് കിട്ടി. സാർ, വിയുടെ കൂടെയാ. വി അവളും അവനും തമ്മിൽ എന്താ? ഏഞ്ചൽ മാഡം വിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന. നോ, ഷീസ് മൈൻ. എന്റെ അവൾ, എന്റെ മാത്രം. നാളെ തന്നെ ടോക്കിയോയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. ബട്ട് സാർ, പോസ് അറിഞ്ഞ ഇച്ചായൻ അറിയണ്ട. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം എല്ലാം അറിയിച്ചാൽ മതി. ബട്ട് സാർ, യു ഹാവ് 30 seconds ടു ലീവ് ഫ്രം ദിസ് റൂം. സോറി സാർ. ഏഞ്ചൽ, നിന്നെ എനിക്ക് വേണം. ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. നീ എന്റെ സ്വന്തമാ, എന്റെ മാത്രം.